2025 UK ടാക്സ് സേവ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ പ്ലാൻ ചെയ്യുന്നതിന് വേണ്ടി 17 ടിപ്സ് ഞങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. UK ടാക്സ് പേ ചെയ്യുന്ന എല്ലാവർക്കും ഇത് പ്രയോജനപ്പെടും. ചാർട്ടേഡ് അക്കൗണ്ടന്റ് എന്ന നിലയിൽ കഴിഞ്ഞ 25 വർഷത്തെ UK എക്സ്പീരിയൻസിലാണ് ഈ ടിപ്സ് ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്. UK താമസിക്കുന്ന ഓരോരുത്തർക്കും ഇത് പ്രയോജനപ്പെടും. അവരുടെ ടാക്സ് പൊസിഷനും സാലറി സ്ലാബും അനുസരിച്ച് വേണം ഈ ടിപ്സ് ഉപയോഗിക്കേണ്ടത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ UK ടാക്സ് പേ ചെയ്യുന്ന മറ്റുള്ളവർക്ക് ഇത് ഷെയർ ചെയ്യുക. ഓരോ ടാക്സ് പേയേഴ്സിനും ഇത് വ്യത്യസ്ത രീതിയിലാണ് അപ്ലൈ ചെയ്യേണ്ടത്. അവരുടെ ടാക്സ് പൊസിഷൻ അനുസരിച്ച് അവർക്ക് ടാക്സ് സേവ് ചെയ്യുകയും ഇൻവെസ്റ്റ് ചെയ്യുകയോ ടാക്സ് പ്ലാൻ ചെയ്യുകയോ ചെയ്യേണ്ടതുണ്ട്. ഇത് പ്രകാരം ടാക്സ് സേവ് ചെയ്യുന്ന 17 ടിപ്സും ഞങ്ങളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഒന്നാമതായിട്ട് പെൻഷനിലുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഒരു വർഷം 60,000 പൗണ്ട് വരെയും പെൻഷനിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വഴി ടാക്സ് സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. രണ്ടാമതായിട്ട് ചാരിറ്റി ഡൊണേഷൻ കൊടുക്കുന്നത് വഴി പലപ്പോഴും നിങ്ങളുടെ പേഴ്സണൽ അലവൻസ് കൂടുതലായിട്ട് കിട്ടുകയും ഹയർ ടാക്സ് സ്ലാബിൽ നിന്ന് ഒഴിവാകാൻ സാധിക്കുന്നതാണ്. മൂന്നാമതായിട്ട് സാലറി സാക്രിഫൈസ് സ്കീമാണ്. സാലറി സാക്രിഫൈസിലൂടെ നിങ്ങൾ കാർ പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ടാക്സും NIയും ഒഴിവായി കിട്ടുന്നതാണ്. നാലാമതായിട്ട് മാരേജ് അലവൻസ് ക്ലെയിം ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് ടാക്സ് അലവൻസ് കിട്ടുന്നതാണ്. അഞ്ചാമതായിട്ട് ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ഫ്രീ അലവൻസ് ആയിട്ടുള്ള 3,000 പൗണ്ട് നിങ്ങൾ ഉപയോഗിക്കുന്നത് വഴി ടാക്സ് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുന്നതാണ്. ആറാമതായിട്ട് ISA ഇൻവെസ്റ്റ്മെൻറ്റ് ഹോൾഡ് ചെയ്യുന്നത് വഴി ഒരു വർഷം 20,000 പൗണ്ട് വരെയും ഒരാൾക്ക് ടാക്സ് ഫ്രീ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഏഴാമതായിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള ലോസ് ഉണ്ടെങ്കിൽ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്ത് ലോസ് ക്ലെയിം ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് വരും കാലങ്ങളിൽ പ്രോഫിറ്റ് ഉണ്ടാകുമ്പോൾ അത് സെറ്റ് ചെയ്യുവാനും അങ്ങനെ നിങ്ങൾക്ക് ടാക്സ് സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. എട്ടാമതായിട്ട് ഇൻകം പ്രൊഡ്യൂസ് ചെയ്യുന്ന അസറ്റ് ലോവർ ഏണിംഗ് ആയിട്ടുള്ള സ്പൗസിന് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ടാക്സ് സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഉദാഹരണമായിട്ട് നിങ്ങൾ ഫുൾ ടൈം വർക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ കമ്പനിയിൽ നിന്ന് നിങ്ങൾക്ക് ഡിവിഡൻഡ് ഉണ്ടെങ്കിൽ ലോവർ ടാക്സ് കൊടുക്കുന്ന സ്പൗസിന് ആ ഡിവിഡൻഡ് ഇൻകം കിട്ടാവുന്നതാണ്. ഇതുവഴി ടാക്സ് കുറച്ച് കൊടുക്കാം. ഒമ്പതാമത്തെ ടാക്സ് ടിപ്സാണ് ക്ലെയിം പേഴ്സണൽ സേവിങ് അലവൻസ്. പേഴ്സണൽ സേവിങ് അലവൻസ് ക്ലെയിം ചെയ്യുന്നത് വഴി നിങ്ങൾക്കോ സ്പൗസിനോ ടാക്സ് സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ വരുമാനം കുറവാണെങ്കിൽ തീർച്ചയായിട്ടും പേഴ്സണൽ അലവൻസിലൂടെ നിങ്ങൾക്ക് ടാക്സ് സേവ് ചെയ്യാം. ഹയർ പെയ്ഡ് ടാക്സ് പേയർക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻകം ലോവർ പെയ്ഡ് സ്പൗസിന് കൊടുക്കുന്നത് വഴി പേഴ്സണൽ അലവൻസ് ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നതാണ്. പത്താമത്തെ ടാക്സ് ടിപ്സാണ് മൂവിങ് സേവിങ് ടു ടാക്സ് ഫ്രീ ISA. നിങ്ങളുടെ സേവിങ് ഓൾറെഡി ISAയിലല്ല മറ്റ് നോർമൽ സേവിങ് അക്കൗണ്ടിലാണെങ്കിൽ ISAയിലേക്ക് സേവ് ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് ടാക്സ് സേവ് ചെയ്യാൻ സാധിക്കുന്നു. 11ാമത്തെ ടാക്സ് ടിപ്സാണ് നിങ്ങളുടെ സേവിങ് ലോവർ പെയ്ഡ് സ്പൗസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. അതായത് നിങ്ങളുടെ സേവിങ്സ് ഓൾറെഡി ഹയർ പെയ്ഡ് ടാക്സ് പെയറിലാണെങ്കിൽ ഏത് രീതിയിലുള്ള സേവിങ് ആണെങ്കിലും ലോവർ പെയ്ഡ് ടാക്സ് പെയറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് 2025 ടാക്സ് സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. 12ാമത്തെ ടാക്സ് ടിപ്സാണ് നിങ്ങൾക്ക് ജൂനിയർ ISA നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി ഓപ്പൺ ആകുക. ഒരു വർഷം 9,000 പൗണ്ട് വരെ ടാക്സ് ഫ്രീ ആയിട്ട് നിങ്ങളുടെ കുട്ടികൾക്ക് ജൂനിയർ ISA ഇൻവെസ്റ്റ് ചെയ്യുകയും അങ്ങനെ ടാക്സ് ഫ്രീ ഫോർട്ട് ഡെവലപ്പ് ചെയ്ത് അവരുടെ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷനും മറ്റും അത് ഉപയോഗിക്കുന്നതിന് ഒരു വലിയ തുക കിട്ടുന്നതാണ്. 13ാമത്തെ ടാക്സ് ടിപ്സാണ് ആനുവൽ ഗിഫ്റ്റ് അലവൻസ് ഉപയോഗിക്കുക. നിങ്ങൾക്ക് ഒരു വർഷം ഇൻഹെറിറ്റൻസ് ടാക്സ് ഫ്രീ ആയിട്ട് ഒരു വ്യക്തിക്ക് 3,000 പൗണ്ട് ഗിഫ്റ്റ് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഇത് ഉപയോഗിക്കുന്നത് വഴി ലോങ് ടൈമിൽ ഇൻഹെറിറ്റൻസ് ടാക്സ് ആയിട്ടുള്ള 40% ഒഴിവാകുന്നതിന് പറ്റുന്നതാണ്. 14ാമത്തെ ടാക്സ് ടിപ്സാണ് നിങ്ങൾ 7-year ഗിഫ്റ്റ് റൂള് ഉപയോഗിക്കുന്നത് വഴി നിങ്ങൾക്ക് ഇൻഹെറിറ്റൻസ് ടാക്സിൻ്റെ പരിധിയിൽ നിന്ന് നിങ്ങളുടെ അസറ്റ് ഫ്രീ ആകുകയും അങ്ങനെ 40% ടാക്സ് ഒഴിവാകാം. ഇൻഹെറിറ്റൻസ് ടാക്സിൽ 7-year റൂൾ എന്ന് പറയുന്നത് നിങ്ങൾ ഗിഫ്റ്റ് കൊടുത്തതിന് ശേഷം 7 വർഷം ജീവിച്ചിരുന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇൻഹെറിറ്റൻസ് ടാക്സിൻ്റെ പരിധിയിൽ നിന്ന് ഒഴിവാകാൻ പറ്റുകയുള്ളൂ.
7-ഇയർ റൂൾ പ്രകാരം നിങ്ങൾക്ക് ഈ ഗിഫ്റ്റ് അലവൻസ് ഉപയോഗിക്കാവുന്നതാണ്. 15ാമത്തെ ടാക്സ് ടിപ്സാണ് റെസിഡൻസ് നിൽ റേറ്റ് ബാൻഡ് ഉപയോഗിക്കുക. നിങ്ങൾ താമസിക്കുന്ന വീട്ടിൽ തന്നെ നിങ്ങളുടെ മക്കൾ താമസിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് റെസിഡൻസ് നിൽ റേറ്റ് ബാൻഡ് ഏകദേശം 3.5 ലക്ഷം പൗണ്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇത് ഉപയോഗിക്കുന്നത് വഴി നിങ്ങൾക്ക് ഇൻഹെറിറ്റൻസ് ടാക്സ് 1 മില്യൺ പൗണ്ട് വരെയും ഒരു ഫാമിലിക്ക് ഒഴിവായി കിട്ടുന്നതാണ്. 16ാമത്തെ ടിപ്സാണ് നിങ്ങൾക്ക് ഓവർസീസ് ഗിഫ്റ്റ് പേരൻസിൽ നിന്ന് വാങ്ങിക്കുന്നത് വഴി നിങ്ങൾക്ക് ടാക്സ് സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. 17ാമത്തെ ടാക്സ് ടിപ്സാണ് നിങ്ങളുടെ ലോങ് ടൈം അസറ്റായിട്ടുള്ള പ്രോപ്പർട്ടി, ഷെയർ, മ്യൂച്വൽ ഫണ്ട്, ബിറ്റ് കോയിൻസ് ഇവ ഹോൾഡ് ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് ടാക്സ് സേവ് ചെയ്യുവാനും മുൻകൂട്ടി പ്ലാൻ ചെയ്യുവാനും നിങ്ങളുടെ ടാക്സ് പൊസിഷൻ അനുസരിച്ച് നിങ്ങൾക്ക് ടാക്സ് പ്ലാൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. 2025 ടാക്സ് സേവ് ചെയ്യുന്നതിന് പ്രധാനപ്പെട്ട 17 ടിപ്സ് ഞങ്ങൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. എല്ലാവരെയും ഇത് ബാധിക്കുന്നു. ഓരോരുത്തരുടെ ടാക്സ് പൊസിഷൻ അനുസരിച്ചാണ് ഈ ടാക്സ് സേവിംഗ് ടിപ്സ് ഉപയോഗിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക. UK-യിൽ ടാക്സ് പേ ചെയ്യുന്നവർക്കും നാട്ടിൽ വരുമാനമുള്ളവർക്കും തീർച്ചയായിട്ടും ഈ വീഡിയോ പ്രയോജനപ്പെടും.